അൺലിമിറ്റഡ് നെയ്ച്ചോറും കൂടെ നല്ല ചിക്കൻ പൊള്ളിച്ചതും ചിക്കൻ 65 ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ ആരായാലും ഒന്ന് പോയി നോക്കില്ലേ. അപ്പം ഞങ്ങളിന്ന് അങ്ങനൊരു സ്ഥലത്തേക്കാണ് പോണത്. അതിൻ്റെ കൂടെ 43 വർഷമായിട്ട് ചേറ്റുവ ഭാഗത്ത് സർവ് ചെയ്യുന്ന ഒരു ചുക്കാപ്പി കുടിക്കാനും. സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് വണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ. അൺലിമിറ്റഡ് നെയ്ച്ചോറും ചിക്കൻ പൊള്ളിച്ചതും കിട്ടുന്ന സ്പോട്ടിലെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അകലാട് ഇങ്ങനെ ചിക്കൻ പൊള്ളിച്ചതും അൺലിമിറ്റഡ് നെയ്ച്ചോറും കിട്ടുന്നത്. അവരുടെ തന്നെ ബ്രാഞ്ചാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ചാവക്കാട് തങ്ങൾപ്പടിയിലാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് കേട്ടോ. ഇത് ഇവരുടെ 11ാമത്തെ ബ്രാഞ്ചാന്ന് കേട്ടപ്പോൾ ആദ്യം ഒന്ന് നെട്ടിയ, കാരണം ഇവിടുത്തെ നെയ്ച്ചോറൊന്നും വലിയ രസമൊന്നും ഇല്ലെങ്കിലും ചിക്കൻ പൊള്ളിച്ചത് കൊള്ളായിരുന്നു കേട്ടോ. ഈ ഒരു ലെവലിൽ 11ഓളം ഔട്ട്ലെറ്റ് തുടങ്ങിയെന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ കാര്യമാണ്. അങ്ങനെ ഞങ്ങളും ഓർഡർ ചെയ്തു. 100 രൂപയ്ക്ക് അൺലിമിറ്റഡ് നെയ്ച്ചോറും ഒരു പീസ് ചിക്കൻ പൊള്ളിച്ചതും പിന്നെ വേറൊരു സെറ്റ് 110 രൂപയാണ് അതിന് വരുന്നത്. അൺലിമിറ്റഡ് നെയ്ച്ചോറിൻ്റെ കൂടെ ഒരു പ്ലേറ്റ് ചിക്കൻ 65ഉം. ഇതിൽ നെയ്ച്ചോറിൻ്റെ കാര്യം പറയാം ആദ്യം തന്നെ. നെയ്ച്ചോറ് വലിയ ടേസ്റ്റ് ഒന്നുമില്ല, ഒരു നോർമൽ നെയ്യൊന്നുമില്ലാത്തൊരു നെയ്ച്ചോറ്. അതിൻ്റെ കൂടെ തരുന്ന സലാഡായാലും വലിയ കാര്യമൊന്നുമില്ല. പണ്ട് ഞങ്ങൾ അകലാട് വെച്ചത് കഴിച്ചു നോക്കുമ്പോൾ അകലാടത്ത് ഇത്തിരി കൂടിയും ബെറ്റർ ആയിരുന്നു. ഇവിടുത്തെ അത്ര കണ്ട് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇപ്രാവശ്യം ഗ്രേവിയിൽ കുറച്ച് പീസസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഗ്രേവിയിൽ എന്തോ ഉപ്പും വരില്ലാത്ത പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. മൊത്തത്തിൽ പറയാൻ വെച്ചാൽ ചിക്കൻ പൊള്ളിച്ചത് നൈസായിരുന്നു കേട്ടോ. ആ ഒരു മസാലയിൽ എക്സ്ട്രാ മസാല ഒക്കെ തേച്ച് ഇടിച്ച് ചതച്ച് അതിനെ മേലെ കുറച്ച് സബോളൊക്കെ ഇട്ട് തരുന്ന ആ ഒരു സാധനം മാത്രമാണ് ഞങ്ങൾക്ക് ഇഷ്ടമായത്. ചോറും കറിയൊക്കെ നോർമൽ എന്നും പറയാനില്ല, ബിലോ ആവറേജ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷെ 100 രൂപയ്ക്ക് ഇത് പക്കാ വെറുത്താണ് കേട്ടോ. ആ ഒരു കാര്യം കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് ഇത്രയും അധികം ആൾക്കാർ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, കാശ് അധികമൊന്നും കയ്യിലില്ല, വെറും 100 രൂപയ്ക്ക് ഉള്ളെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അതൊരു ഡീലായിരിക്കും. അല്ലാണ്ട് നിങ്ങൾക്ക് ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി വരാൻ വെച്ചാൽ ഇതൊരിക്കലും നിങ്ങൾക്ക് വേർത്തായിട്ട് തോന്നില്ല. ടേസ്റ്റ് ഇല്ലെങ്കിലൊന്നും തീറ്റയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. അൺലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾ നെയ്ച്ചോറും ചിക്കനൊക്കെ ഇട്ട് കഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വയർ ഫുള്ളാക്കിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഇവിടുന്ന് കുറച്ച് നീങ്ങിയിട്ട് ചേറ്റുവ ഭാഗത്ത് കഴിഞ്ഞ 43 കൊല്ലമായിട്ട് ചുക്കാപ്പി മാത്രം കൊടുക്കുന്ന ഒരു ഷോപ്പിലേക്കാണ്. ഇവിടുത്തെ ചുക്കാപ്പി അടിപൊളിയാണ്. ഈ കട പേരാണ് മുഹമ്മദ് കട അൻസാരി കാപ്പി കട എന്നാണ് ഇതറിയാട്ടോ. വൈകുന്നേരം ഒരു 6 മണി 7 മണി ആവുന്നതോട് കൂടിയിട്ട് അൻസാരിക്ക് ഇവിടെ വരും. നല്ല കാപ്പി മാത്രമാണ് ഇവിടെ കിട്ടുക. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പലണ്ടി, പിന്നെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാവും, പിന്നെ ഈത്തപ്പഴം ഉണ്ടാവും. വേറെ ഒന്നും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടില്ല കേട്ടോ. ശർക്കരയും കാപ്പിപ്പൊടിയും തേനും പിന്നെ 11ഓളം വരുന്ന പച്ചമരുന്നുകളൊക്കെ കൂട്ടി ഉണ്ടാക്കുന്ന ഈ ഒരു ചുക്കാപ്പി അടിപൊളിയാണ് കേട്ടോ. നിങ്ങളെ ദഹനം അടിപൊളിയാക്കും. പിന്നെ നിങ്ങൾക്ക് വല്ല പനിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വന്നിട്ട് ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി. പക്കായിട്ട് പനി മാറിയില്ലെങ്കിലും നിങ്ങൾക്കൊരു നല്ലൊരു ആശ്വാസം കിട്ടുന്നുണ്ടാവും. അത്യാവശ്യം നല്ല സ്പൈസിനെസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് മുഹമ്മദ്ക്ക് ഇവിടെ ഈത്തപ്പഴം വെച്ചിട്ടുള്ളത്. ഈ ഒരു എരിയുള്ള ചുക്കാപ്പി കുടിച്ചതിന് ശേഷം ഈ ഒരു ഈത്തപ്പഴം നൈസാണ് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ചുട്ടെടുത്ത കപ്പലണ്ടിയും നിങ്ങൾക്ക് ഇവിടുന്ന് കഴിക്കാൻ കിട്ടും. അപ്പം ഈ ഒരു 2 ഷോപ്പും വരുന്നത് നമ്മൾ വാടാനപ്പള്ളിയിൽ നിന്ന് ചാവക്കാടേക്ക് പോകുന്ന ഒരു റൂട്ടിലാണ്. അപ്പം ആദ്യം കിട്ടുക ചാവക്കാട് നിന്നാണ് വരണമെങ്കിൽ ആദ്യം കിട്ടുക 100 രൂപയുടെ അൺലിമിറ്റഡിൻ്റെ കടയാവും. അത് കഴിഞ്ഞിട്ടാണ് ചേറ്റു എത്തുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കട കിട്ടുക. അപ്പോൾ നിങ്ങൾ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു കട അൻസാരി കാപ്പി കട കയറി ട്രൈ ചെയ്യണം. ഒരു ഗ്ലാസ്സിന് 20 രൂപയാണ് കേട്ടോ ചാർജ് ചെയ്യണത്. പിന്നെ ഒരു പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യം, ഇവിടെ ഗൂഗിൾ പേ ഒന്നുമില്ല, കയ്യിൽ കാശായിട്ട് വരുന്നതാവും നല്ലത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്